ഹലോ എവ്രി വൺ. ഇന്ന് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു. ഞാൻ മറ്റേ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് കാണിച്ചു തന്നിരുന്നല്ലോ. ഇന്നിപ്പോൾ 8 days ആയി. അപ്പോൾ ഞാൻ അത് മുളകിടുകയാണ്. അപ്പോൾ ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ കടുകയിലിട്ടു. അപ്പോൾ കടുക് ചൂടത്തൊന്ന് പൊട്ടി. ഇപ്പോൾ മിക്സിയിലേക്ക് ആ കടുക് ഇട്ടു. പിന്നെ പാകത്തിന് മുളക് പൊടി, 1 സ്പൂൺ കായപ്പൊടി ഇട്ട ശേഷം ഈ ഉപ്പുവെള്ളം ഫിൽട്ടർ ചെയ്താണ് എടുത്തിരുന്നത്. നമ്മുടെ മാങ്ങ ഇട്ട ആ ഉപ്പുവെള്ളമാണ്, അത് ഫിൽട്ടർ ചെയ്തെടുത്തു. അതും ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തു. ഇപ്പം മാങ്ങ വേറൊരു പാത്രത്തിലേക്കാക്കി. എടുക്കുന്ന പാത്രത്തിലേക്ക് വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന മുളകും നമ്മുടെ കായവും കടുകും ഇപ്പോൾ ഈ കടുമാങ്ങയിലേക്ക് ചേർത്താണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് മുളക് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. എന്നിട്ട് അതൊരു 2 ടേബിൾ സ്പൂൺ കഷ്ടിച്ചുണ്ടാകും. അതാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഫൈനലി ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ 2 കോഫി ബോട്ടിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അങ്ങനെ വെക്കാം ഒരു 2 weeks. അപ്പോഴത്തേന് മുളകൊക്കെ പിടിച്ച് നമ്മുടെ കണ്ണിമാങ്ങ റെഡിയാകും. ഇനിയിപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അതിൽ എൻ്റെ അയൺ കടായാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി 1 സവാള, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, 1 പച്ചമുളക് കീറിയതിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വഴന്ന് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാക്കൊത്തും ആഡ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒന്ന് വഴറ്റിയ ശേഷം ഒരു ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ ടേമറിക് പൗഡർ, പിന്നെ എരിവിനനുസരിച്ചിട്ട് ചില്ലി പൗഡർ. ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ഞാൻ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ കൊറിയാണ്ടർ പൗഡറും ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ പെപ്പർ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങോട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ച മണയ്ക്ക് ഒന്ന് മാറിക്കിട്ടണം. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് അതിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് മിക്സായി വരണം. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ചിക്കനിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മസാല ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കുക്കായി വരണമല്ലോ. എന്നിട്ട് അടച്ച് വേവിക്കാം. ഇപ്പം ഞാൻ സ്പ്രൗട്ട്, നമ്മുടെ പച്ച പയർ സ്പ്രൗട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടാക്കാൻ പോവാണ്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കടുകും വറ്റൽമുളകും പൊട്ടിച്ചു. എന്നിട്ട് ചെറിയ ഉള്ളിയും ഗാർലിക്കുമാണ് ഇവിടെ വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്പ്രൗട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഹെൽത്തി ആണല്ലോ, പ്രോട്ടീൻ റിച്ച് ആഹാരം. അപ്പോൾ സ്പ്രൗട്ട്സും ആഡ് ചെയ്ത ശേഷം പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. 1/4 ഗ്ലാസ്സിനും താഴെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ അടച്ചൊന്ന് വേവിക്കാം. ഇനി ഞാൻ പാലട പായസം ഉണ്ടാക്കാൻ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലിട്ട ശേഷം അടച്ച് വെച്ചിരിക്കുക. ഒരു 30 minutes അടച്ച് വയ്ക്കാം, അത് കുക്കായി വരാൻ. ഇവിടെ ചിക്കൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൊട്ടേറ്റോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പൊട്ടേറ്റോയും ചേർത്തിട്ടാണ് കുക്കാവുന്നത്. പിന്നെ നിലക്കടല ഞാൻ വേവിച്ചതുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഈ സ്പ്രൗട്ട്സിൻ്റെ കൂടെ ഈ നിലക്കടല വേവിച്ചതിട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ നിലക്കടലയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മുടെ സ്പ്രൗട്ട്സ് കുക്കായി വന്നിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ഈ വേവിച്ച നിലക്കടല ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പ്രൗട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ പായസം നന്നായിട്ട് പാല് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ പായസത്തിന് പാകത്തിനുള്ള പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കൻ റെഡിയായി. ഫൈനലി മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പായസമാണ്. പായസം പാല് കണ്ടില്ലേ, നന്നായി കുറുകി വന്നിട്ടുണ്ട്.
നമ്മുടെ പാലട നന്നായിട്ട് വെന്തു. അതിനെ ഞാൻ വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാല് കണ്ടില്ലേ, നന്നായിട്ട് മോള് വരെയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറുകി ഇപ്പോൾ അര പാനായി. എന്നിട്ട് ഫൈനലി 2 സ്പൂൺ ഗീയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ല അടിപൊളി പാലട പായസവും റെഡിയായി. എൻ്റെ മോൾക്ക് വേണം പറഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാനിന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.